ഹലോ, നമ്മളിതിൻ്റെ ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ അത് പോയി കാണാം. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഏതാണ് പോഷകങ്ങൾ, ന്യൂട്രിയൻസ്, എവിടെ നിന്നൊക്കെയാണ് ഇത് ലഭിക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ധാതുക്കൾ, മിനറൽസ്. ഏതൊക്കെയാണ് മിനറൽസ്? അയൺ, കാൽഷ്യം, അയഡിൻ, സോഡിയം, പൊട്ടാസ്യം. ഇതൊക്കെ എന്താണ്? മിനറൽസ് ആണ്. അതിൽ നമ്മുടെ ടെക്സ്റ്റിൽ 3 പ്രധാനപ്പെട്ട മിനറൽസുകൾ തന്നിട്ടുണ്ട്: അയൺ, കാൽഷ്യം ആൻഡ് അയഡിൻ. അതിൽ അയൺ എന്തിനു വേണ്ടിയാണ് സഹായിക്കുന്നത്? നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ആര് സഹായിക്കുന്നത്? അയൺ സഹായിക്കുന്നത്. എന്താണ് ഹീമോഗ്ലോബിൻ? നമ്മുടെ കൈക്കൊക്കെ എന്തെങ്കിലും മുറിവ് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് പുറത്തേക്ക് വരും. ഈ ബ്ലഡിൻ്റെ നിറം എന്താ? റെഡ് കളറാണ്. ഈ റെഡ് കളർ കിട്ടാനുള്ള കാരണം നമ്മളുടെ ഈ ഹീമോഗ്ലോബിൻ എന്ന പിഗ്മെന്റ് നമ്മുടെ ബ്ലഡിലെ RBCs ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പം നമ്മുടെ ബ്ലഡിൽ കുറേ കമ്പോണൻസ് ഉണ്ട്. RBC ഉണ്ട്, WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ. ഇതൊക്കെ നമ്മുടെ ബ്ലഡിലുള്ള കമ്പോണൻസ് ആണ്. അതിൽ RBC, റെഡ് ബ്ലഡ് സെൽസിലാണ് ആരിയ്ക്കുന്നത്? ഹീമോഗ്ലോബിൻ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ രക്തത്തിന് എന്ത് നിറം കിട്ടിയത്? ചുവപ്പ് നിറം ലഭിച്ചത്. ഇപ്പോൾ പാറ്റ, അതിനൊക്കെ ഒന്ന് നോക്കി, അതിൻ്റെ ബ്ലഡിന് എന്ത് നിറമില്ല? റെഡ് കളറില്ല. കാരണം എന്താ? അവിടെ ഹീമോഗ്ലോബിൻ ഇല്ല. ആ ജീവിയുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ ഇല്ല. അപ്പം നമ്മൾ ചുവന്ന രക്തമുള്ള ജീവികളിൽ എന്താണ്? അപ്പോൾ ഹീമോഗ്ലോബിൻ എന്ന പിഗ്മെന്റ്, വർണ്ണവസ്തു പ്രസന്റ് ആയിരിക്കും. ഇനി ചുവപ്പ് നിറം നൽകുക മാത്രമല്ല ഈ ഹീമോഗ്ലോബിൻ ചെയ്യുന്നത്, പിന്നെയോ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഓക്സിജനെ എത്തിച്ചു കൊടുക്കും. അതുപോലെ അവിടെ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചെടുത്ത് ലങ്സിലേക്ക് തിരിച്ചു കൊണ്ടു കൊടുക്കും. നമ്മൾ ശ്വസിക്കുമ്പോൾ ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് എത്തും അല്ലേ, ലങ്സിലേക്ക് എത്തും. ആ ലങ്സിൽ നിന്നും ഹീമോഗ്ലോബിൻ, ബ്ലഡിലുള്ള ഹീമോഗ്ലോബിൻ ഈ ഓക്സിജനെ ക്യാരി ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ വേണ്ട ഭാഗങ്ങളിലേക്കെല്ലാം ഈ ഓക്സിജനെ എത്തിച്ചു കൊടുക്കും. എന്നിട്ട് കോശത്തിന് വേണ്ടടുത്ത് കൊടുക്കും. ആ കോശത്തിൻ്റെ ബൈ പ്രൊഡക്റ്റായ, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾ ചെയ്തിട്ട് വേസ്റ്റ് പ്രൊഡക്റ്റായിട്ട് എന്തുണ്ടായിട്ടുണ്ടാവും? ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിട്ടുണ്ടാവും. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മുടെ ഹീമോഗ്ലോബിൻ ക്യാരി ചെയ്തിട്ട് തിരിച്ച് എവിടേക്ക് എത്തിച്ചു കൊടുക്കും? ലങ്സിലേക്ക് എത്തിച്ചു കൊടുക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നിശ്വസിക്കുമ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളും. ശ്വസിക്കുമ്പോൾ കിട്ടുന്ന വായുവിൽ നിന്നും ഓക്സിജനെ എടുത്ത് ഹീമോഗ്ലോബിൻ വീണ്ടും ബ്ലഡിൽ, നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എവിടേക്കൊക്കെയാണോ വേണ്ടത് അവിടേക്കൊക്കെ ഓക്സിജനെ സപ്ലൈ ചെയ്യും. നമ്മുടെ ഹീമോഗ്ലോബിൻ കാർബൺ ഡൈ ഓക്സൈഡിനായിട്ടും ഓക്സിജനായിട്ടും മാത്രമല്ല ബോണ്ട് ഉണ്ടാക്കുക. ഈ ഹീമോഗ്ലോബിന് ഏറ്റവും ഇഷ്ടം ആരെയാണെന്നറിയോ? കാർബൺ മോണോക്സൈഡിനെയാണ്. അപ്പോൾ ഈ ഹീമോഗ്ലോബിന് കാർബൺ മോണോക്സൈഡിന് എവിടെന്നെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഈ ഹീമോഗ്ലോബിൻ ഈ കാർബൺ മോണോക്സൈഡിനെ വിടില്ല, അതുമായിട്ട് ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഈ കാർബൺ മോണോക്സൈഡുമായിട്ടുള്ള ഒരു ബോണ്ട് അവിടെ ഹീമോഗ്ലോബിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ ഹീമോഗ്ലോബിൻ ഓക്സിജനെ ക്യാരി ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നീട് ആ ഹീമോഗ്ലോബിൻ ഓക്സിജനെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ട ആ ഹീമോഗ്ലോബിൻ ഈ കാർബൺ മോണോക്സൈഡിനെ കൊണ്ട് ഇങ്ങനെ നമ്മുടെ ബ്ലഡിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുള്ളൂ. അപ്പോൾ നമ്മൾ വാർത്തകളിലൊക്കെ കേട്ടിട്ടുണ്ട്, പുക ശ്വസിച്ച് കുട്ടികൾ മരിച്ചു എന്ന്, ആളുകൾ മരണപ്പെട്ടു എന്ന്, അല്ലേ? അപ്പം എങ്ങനെയാണ് ഈ പുക ശ്വസിച്ച് മരണപ്പെടുന്നത്? ഈ പുകയിൽ എന്തുണ്ട്? കാർബൺ മോണോക്സൈഡ് ഉണ്ട്, അല്ലേ? പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കത്തുമ്പോഴും എന്ത് പുറന്തള്ളുന്നുണ്ട്? കാർബൺ മോണോക്സൈഡ് പുറന്തള്ളുന്നുണ്ട്. അപ്പം ആ പുക നമ്മൾ ശ്വസിക്കാൻ പാടണ്ട? ഇല്ല. നമ്മൾ പുക ശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യും? ഈ ഒരു കാർബൺ മോണോക്സൈഡുമായിട്ട് ബോണ്ട് ഉണ്ടാക്കുകയും പിന്നീട് ആ ഹീമോഗ്ലോബിന് ഓക്സിജനെ ക്യാരി ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട എന്ത് എത്തില്ല? ഓക്സിജൻ എത്താതെ അങ്ങനെയാണ് കുഴഞ്ഞു വീണ് മരിക്കുന്നത്. നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട ഓക്സിജൻ ഒന്നും എത്താതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബോധം കെട്ട് വീഴും. പിന്നെ ഓക്സിജൻ പിന്നെയും കുറഞ്ഞു തന്നെയല്ലേ വരുന്നത്. നമ്മുടെ വായു ശ്വസിക്കുന്നത് ഈ വായു തന്നെയല്ലേ. അങ്ങനെയാണ് നമ്മൾ പല മരണങ്ങളും സംഭവിക്കുന്നത്. അടച്ചിട്ട റൂമുകളിലൊക്കെ മെഴുകുതിരി കത്തിച്ച് വെച്ച് 4 യുവാക്കൾ മരിച്ചു, അങ്ങനെയൊക്കെ നമ്മൾ ന്യൂസിൽ കേട്ടിട്ടില്ലേ? അവിടെ എന്താ സംഭവിക്കുന്നത്? ആ മെഴുകുതിരി കത്തുമ്പോൾ കത്താൻ എന്ത് വേണം? ഓക്സിജൻ വേണം, അല്ലേ? അങ്ങനെ കത്തി കുറേ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഓക്സിജൻ ആ റൂമിലെ കുറയും. വായു സഞ്ചാരമില്ലാത്ത അടച്ചിട്ട റൂമാണെങ്കിൽ ആ റൂമിലെ ഓക്സിജൻ തീർന്നു പോകും, കുറഞ്ഞു വരും. അപ്പം എന്ത് സംഭവിക്കും? കാർബൺ മോണോക്സൈഡ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും അവിടെ. ആ കാർബൺ മോണോക്സൈഡാണ് ഉറക്കത്തിൽ ഇവർ ശ്വസിച്ച് അവർക്ക്
ബോധക്ഷയം വന്ന് പിന്നെ മരണത്തിലേക്ക് നീങ്ങുന്നത്. ഹീമോഗ്ലോബിൻ ഈസ് ദ പിഗ്മെന്റ് പ്രസന്റ് ഇൻ റെഡ് ബ്ലഡ് സെൽസ്. ഇറ്റ് ഇംപാർട്സ് റെഡ് കളർ ടു ബ്ലഡ്. ഹീമോഗ്ലോബിൻ ആണ് എന്ന പിഗ്മെന്റ് ആണ് നമ്മുടെ ബ്ലഡിന് എന്ത് നൽകുന്നത്? ചുവന്നിറം നൽകുന്നത്. അത് റെഡ് ബ്ലഡ് സെൽസിലാണ് കാണുന്നത്. ഹീമോഗ്ലോബിൻ ക്യാരി ഓക്സിജൻ ടു ദ സെൽ ആൻഡ് ബ്രിങ് ബാക്ക് കാർബൺ ഡൈ ഓക്സൈഡ്. ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യുന്നു? ഓക്സിജന് കോശങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അവിടെ നിന്ന് ആരെ ക്യാരി ചെയ്യുന്നുണ്ട്? തിരിച്ചെടുക്കുന്നത് ആ കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചെടുത്ത് കൊണ്ടു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ലോ ലെവൽ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ് ലീഡ്സ് ടു എ കണ്ടീഷൻ കോൾഡ് അനീമിയ. അപ്പൊ അനീമിയ എന്ന് പറയുന്നത് എന്താണ്? വിളർച്ച എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ബ്ലഡിൽ ഈ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? അനീമിയ എന്ന് പറയുന്നത്. ഇനി ഡെഫിഷ്യൻസി ഡിസീസ്, അപര്യാപ്തത രോഗങ്ങൾ എന്താണ്? വൈറ്റമിൻ ധാതുക്കളും കുറഞ്ഞ അളവിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൂ. എങ്കിലും വേണ്ടത്ര അളവിൽ അവ ലഭ്യമായില്ലെങ്കിൽ എന്ത് ചെയ്യും? അതുമായി ബന്ധപ്പെട്ട പല അപര്യാപ്തത രോഗങ്ങളും ഡെഫിഷ്യൻസി ഡിസീസുകളും നമുക്കുണ്ടാവും. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു പ്രോട്ടീൻ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാകുന്ന പറഞ്ഞേ? കോഷിയോക്കർ എന്ന അല്ലെ ഡിസീസ് ഉണ്ടാവുന്ന നമ്മൾ പഠിച്ചൊരു കണ്ടീഷൻ നമ്മൾ പഠിച്ചില്ലേ? പിന്നെയോ മരാസ്മസ് എന്നീ 2 അസുഖങ്ങൾ ഉണ്ടാവുന്ന നമ്മൾ പഠിച്ചു. ഏതിന്റെ അളവ്? പ്രോട്ടീൻ എന്ന ന്യൂട്രിയന്റ് കുറവായി കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ്. അതുപോലെയോ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവുന്ന പഠിച്ചേ? റിക്കറ്റ്സ്. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് എന്ത്? റിക്കറ്റ്സ്. അയേണിന്റെ കുറവ് മൂലം ഉണ്ടാവുന്നതാണ് എന്ത്? മിനറൽസ്. അയൺ മിനറൽസ് കുറഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു അസുഖമാണ് അനീമിയ. അപ്പൊ നമ്മ കുറച്ച് ഡെഫിഷ്യൻസി ഡിസീസ് മുന്നേ തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ വൈറ്റമിൻ എ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നൈറ്റ് ബ്ലൈൻഡ്നെസ്, നിശാന്തത. രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ, അതായത് മങ്ങിയ വെളിച്ചത്തിലൊന്നും നമുക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കത്തില്ല. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? നിശാന്തത, നൈറ്റ് ബ്ലൈൻഡ്നെസ്. നൈറ്റ് ബ്ലൈൻഡ് അങ്ങനെ പോലെ വെച്ചേക്ക്. രാത്രി നൈറ്റ് ബ്ലൈൻഡ്, കണ്ണാണൂല. അതാണ് എന്ത്? നിശാന്തത. എന്തുകൊണ്ടാണ്? വൈറ്റമിൻ എ എന്ന വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ് നിശാന്തത. ഇനി അടുത്തത് വൈറ്റമിൻ ബി ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ് എന്ത്? ഗ്ലോസിറ്റീസ്. നമ്മുടെ നാവ് ചുവന്നൊരു തടുത്തൊരു രൂപത്തിലൊക്കെ നമ്മുടെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ നഷ്ടപ്പെട്ടിട്ട് ഭയങ്കര മിനുസുള്ള രൂപത്തിലാവുന്നതിനെയാണ് എന്ത് പറയാ? ഗ്ലോസിറ്റീസ് എന്ന് പറയുന്നത്. വായ്പുണ്ണ്, പിന്നെ നമ്മളുടെ മൗത്ത് അൾസർ അതറിയാലോ അല്ലെ? വായിൽ പോളം വരാ. അതൊക്കെ എന്താണ്? വൈറ്റമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാവുന്ന അസുഖമാണ്. ഇനി അപ്പൊ നമുക്ക് ഡോക്ടേഴ്സ് എഴുതാറുണ്ട് വായിൽ പോളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ ബി കോംപ്ലക്സിന്റെ കുറവാണെന്ന് പറഞ്ഞിട്ട് വൈറ്റമിൻ ബിയുടെ ആ ബി കോംപ്ലക്സിന്റെ ടാബ്ലറ്റ് ഒക്കെ ഡോക്ടർ എഴുതി തരുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഇനി അടുത്തതാണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി മൂലം നമ്മൾ നേരത്തെ തന്നെ കണ്ടു അല്ലെ? മോണയിൽ നിന്നൊക്കെ രക്തം വരും. ബ്ലീഡിങ് ഗം, സ്കർവി എന്നാണ് പറയാന്. പിന്നെ അതുപോലെ വൈറ്റമിൻ ഡി എന്താണ്? റിക്കറ്റ്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. എല്ലുകളുടെയും പല്ലുകൾക്കും എന്ത് വരാ? ദുർബലമാവാം, നമ്മുടെ എല്ലുകളൊക്കെ മൃദുവാവാം. അപ്പൊ എവിടെയെങ്കിലുമൊക്കെ അടിച്ചുകൊണ്ട് എന്തെങ്കിലും പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളെ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമാണ് കണയുണ്ടാവുന്നത്, റിക്കറ്റ്സ്. അപ്പോ കാൽസ്യത്തിന്റെ കുറവ് കൊണ്ടുണ്ടാവുന്നത് എന്താണ്? ഓസ്റ്റിയോപോറോസിസ് അല്ലെ? എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിന് വൈറ്റമിൻ ഡിയും വേണം, ധാതുവായ മിനറലായ കാൽസ്യവും വേണം. മനസ്സിലായില്ലേ? അടുത്തത് നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഏതുകൊണ്ട് കുറവാണ്? വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. നൈറ്റ് ബ്ലൈൻഡ്നെസ് ഈസ് ദ പുവർ വിഷൻ എക്സ്പീരിയൻസ്ഡ് ഇൻ ഡിം ലൈറ്റ് ആൻഡ് നൈറ്റ്. മങ്ങിയ വെളിച്ചത്തിലും രാത്രിയിലും നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? വ്യക്തമായ കാഴ്ച ഉണ്ടാവില്ല. Person with night blindness have no issues in vision during daytime and in bright light at night. നല്ല വെളിച്ചമുള്ളിടത്ത് രാത്രിയാണെങ്കിലും എന്തുണ്ടാവില്ല? ആൾക്ക് കാഴ്ചയിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കാം, നല്ല വെളിച്ചമുണ്ടെങ്കിൽ നമുക്ക് എല്ലാം വ്യക്തമായി കാണാം. പക്ഷെ മങ്ങിയ വെളിച്ചത്തിലോ അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ, രാത്രി എന്ന് പറഞ്ഞാൽ രാത്രിയിൽ നല്ല വെളിച്ചം ഇട്ടിച്ചിട്ട് കാണാൻ പറ്റൂട്ടോ. അങ്ങനെയല്ലാതെ മങ്ങിയ വെളിച്ചം വരുമ്പോഴൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല എങ്കിൽ അതെന്തുകൊണ്ടാണ്? വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്, നിശാന്തതയാണ്. ഇനി
വൈറ്റമിൻസ് മൂലം കുറവുകൾ മൂലം ഉണ്ടാകുന്ന ഡിസീസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് എന്തായിരിക്കും? ധാതുക്കൾ, മിനറൽസിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നത്. അയേൺ എന്താ നമ്മൾ പഠിച്ചാണ്, ഹീമോഗ്ലോബിന്റെ അളവ് കുറയും, അപ്പോഴുണ്ടാകുന്നത് എന്താ? അനീമിയ, വിളർച്ച. ഇനി അയേഡിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ഗോയിറ്റർ. അടുത്തത് കാൽസ്യം, ഓസ്റ്റിയോപോറോസിസ്. അപ്പോൾ അടിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അയേണിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥ. അയേണിന്റെ ഏതാ? അനീമിയ. ഓസ്റ്റിയോപോറോസിസ് ഈസ് ദ കണ്ടീഷൻ ഇൻ വിച്ച് ബോൺ ബിക്കം സോഫ്റ്റ് ആൻഡ് ബ്രിറ്റിൽ ഡ്യൂ ടു ദ ഡിക്രീസസ് ഇൻ ഡെൻസിറ്റി ഓഫ് മിനറൽസ് ഇൻ ദ ബോൺ. എന്നുവെച്ചാൽ നമ്മുടെ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോൺ, എല്ലുകൾ എന്താവാണ്? സോഫ്റ്റ് ആവാം, മൃദുവാവാം, ദൃഢത കുറയാ. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. ദിസ് മേ ലീഡ് ടു വീക്ക്നെസ് ഓഫ് ബോൺസ് ആൻഡ് ഫ്രാക്ചേഴ്സ്. അറിയാലേ, നമ്മുടെ എല്ലുകൾക്കൊക്കെ ബലം കുറഞ്ഞ എന്താ? അവിടെ ഇവിടെയൊക്കെ തട്ടുമ്പോൾ ഒടിയാനും സ്ക്രാച്ച് ഒക്കെ വരാനൊക്കെ, പൊട്ടലൊക്കെ വരാനൊക്കെ സാധ്യത കൂടുതലായിരിക്കും. അടുത്തത് ഗോയിറ്ററിന്റെ പിക്ചറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ ഗോയിറ്റർ ഈസ് ദ കണ്ടീഷൻ ഇൻ വിച്ച് ദ തൈറോയിഡ് ഗ്ലാൻഡ് situated in the throat become enlarged due to the lack of iodine in our diet. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾക്ക് വേണ്ടത്ര അയഡിൻ ലഭിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ തൊണ്ടയുടെ ഭാഗത്താണ് ആരിയിരിക്കുന്നത്? തൈറോയിഡ് ഗ്ലാൻഡ് ഇരിക്കുന്നത്. ആ തൈറോയിഡ് ഗ്ലാൻഡ് എന്ത് ചെയ്യും? വലുതാവും. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗോയിറ്റർ എന്ന് പറയുന്നത്. അയോഡിൻ ഈസ് എസെൻഷ്യൽ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺസ് ബൈ ദ തൈറോയിഡ് ഗ്ലാൻഡ്. അയോഡിൻ എന്താണ്? ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. നമ്മളുടെ തൈറോയിഡ് ഗ്ലാൻഡിന്റെ ഹോർമോൺസിന്റെ പ്രവർത്തനത്തിന് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. നിങ്ങൾ മെറ്റാമോർഫോസിസ് പഠിച്ചിട്ടുണ്ടോ? ഫ്രോഗിന്റെ ലൈഫ് സൈക്കിള്, അതിൽ ലാർവൽ സ്റ്റേജിൽ നിന്നും ഫ്രോഗായി മാറുന്ന ആ പ്രവർത്തനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയാ? മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നത്. അതിന് ഈ ഫ്രോഗ് മുട്ടയിടുന്നത് എങ്ങനെയുള്ള കുളങ്ങളിലായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞേ? അയഡിൻ ഉള്ള കുളങ്ങളിലായിരിക്കും, ജലാശയങ്ങളിലായിരിക്കും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ വാൽമാക്രിക്ക്, ടാഡ്പോളിന് എന്ത് സംഭവിക്കില്ല? രൂപമാറ്റം സംഭവിക്കില്ല. അത് ടാഡ്പോളായി തന്നെ കാലങ്ങളോളം കഴിയും. മനസ്സിലായോ? ആ ടാഡ്പോളിന് അയഡിൻ ലഭിച്ചാലേ അതിൻ്റെ തൈറോയ്ഡ് ഗ്ലാൻഡ് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഹോർമോൺസ് റിലീസ് ആവുകയും അതിന് രൂപമാറ്റം സംഭവിച്ച് തവളയായി മാറാൻ പറ്റുകയും ചെയ്യുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അയഡിൻ എന്താണ്? നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ പ്രവർത്തനത്തിന് അത്യാവശ്യമായ ഒന്നാണ്. അതുപോലെ നമ്മ പറഞ്ഞു, നമ്മുടെ ശാരീരികമായ പ്രവർത്തനത്തിന് എന്ത് മാത്രം പോരാ? ന്യൂട്രിയൻസ് മാത്രം പോരാ, വാട്ടർ ആൻഡ് ഫൈബർ വേണമെന്ന്. വാട്ടറും ഫൈബറും ന്യൂട്രിയൻസ് അല്ല എങ്കിൽ കൂടിയും നമ്മുടെ ശാരീരികമായ പല പ്രവർത്തനങ്ങൾക്കും അത്യാവശ്യമാണ്. അപ്പോൾ ഫൈബർ, നാരുകൾ, നമുക്കറിയാം വാഴപ്പിണ്ടി, ഈ ഇലക്കറികൾ, പലതിലും നമുക്കറിയാം ഇങ്ങനെ നാര് പോലെ അല്ലെ, മാങ്ങ, ഇതിലൊക്കെ എന്തുണ്ട്? ഫൈബർ ഒരുപാടുള്ളതാണ്. ഇവ നമ്മളെ ശരീരത്തിൽ എങ്ങനെയാണ് സഹായിക്കുന്നത്? ഡൈജഷനും മറ്റു പ്രവർത്തനങ്ങൾക്കുമാണ് സഹായിക്കുന്നത്. ഫൈബേഴ്സ് ആർ ദ സെല്ലുലോസ് ഒബ്റ്റൈൻഡ് ഫ്രം പ്ലാന്റ്സ് ബേസ്ഡ് ഫുഡ് വിച്ച് cannot be digested by our body. സസ്യാഹാരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഫൈബർ എന്ത് ചെയ്യാൻ പറ്റില്ല? ഫൈബറായ സെല്ലുലോസിനെ നമ്മുടെ ശരീരത്തിന് ദഹിപ്പിക്കാൻ സാധിക്കില്ല. ഫൈബർ ആർ നോട്ട് ന്യൂട്രിയന്റ് കമ്പോണൻസ്. നമ്മൾ പറഞ്ഞു അല്ലെ, ഫൈബർ എന്തല്ല? ഒരു ന്യൂട്രിയന്റ് കമ്പോണന്റ് അല്ല. ഹൗവർ ഫൈബർ ഫെസിലിറ്റേറ്റ് ഡൈജഷൻ ആൻഡ് ഇജക്ഷൻ ഓഫ് ഫീസസ് ത്രൂ ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ ഫൈബർ നമ്മളെ ഡൈജഷന് സഹായിക്കുന്നുണ്ട്. പിന്നെയോ ഫീസസ് പുറന്തള്ളാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നതാണ് ഈ നാരുകൾ. പിന്നെ സീരിയൽസ് വിത്ത് ബ്രാൻ, ലീഫി വെജിറ്റബിൾസ്, ബനാന സ്റ്റെം, ബനാന ഫ്ലവേഴ്സ് എക്സെട്ര കണ്ടെയ്ൻ ഫൈബേഴ്സ് ഇൻ അബണ്ടൻസ്. ധാരാളമായി ഫൈബർ കാണുന്നത് എവിടെയൊക്കെയാണ്? നമ്മളുടെ ധാന്യങ്ങൾ, തവിടടങ്ങിയ ധാന്യങ്ങൾ, ലീഫി പച്ചക്കറികൾ, പിന്നെയോ ഇലക്കറികൾ, വാഴയുടെ പിണ്ടി, ബനാന സ്റ്റെം, വാഴയുടെ പിണ്ടി, പിന്നെ നമ്മൾ പറഞ്ഞു ബനാന ഫ്ലവർ, വാഴക്കൂമ്പ് തുടങ്ങിയവയിലൊക്കെ എന്താണ്? ധാരാളം ഫൈബർ ഉണ്ട്.
ഇവിടെ ഒരു ചിത്രത്തിൽ നമ്മൾ മാങ്ങ ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ അരിച്ച ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അരിച്ച ആ ജ്യൂസ് വെള്ളത്തിലാണോ ഫൈബർ കൂടുതൽ ഉണ്ടാവുക, അരിപ്പയിലായിരിക്കും? അരിപ്പയിലാണല്ലേ. നമ്മൾ അപ്പം അരിച്ച് കഴിക്കുന്നത് ബെനിഫിറ്റ് ആണെന്ന് പറയാൻ പറ്റും. ആ ഫൈബർ കണ്ടന്റ് റിമൂവ് ചെയ്തിട്ടുള്ള ജ്യൂസാണ് നമ്മൾ കുടിക്കുന്നത്. അപ്പം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, അരിക്കാതെ അങ്ങനെ കഴിക്കാനാണ് പറയുന്നത്. ജലം, നമ്മുടെ ശരീരത്തിൽ 70% എന്താണ്, ജലമാണ്. അത് നമ്മുടെ ദഹനത്തിന്, പിന്നെ രക്തചക്രമണം, അതായത് ബ്ലഡ് സർക്കുലേഷൻ, ഇതിനെല്ലാം എന്താണ്, പല ആക്ടിവിറ്റീസിനും നമുക്ക്, പിന്നെ ഡൈജഷൻ, ഇതിനൊക്കെ നമുക്ക് എന്ത് വേണം, ജലം അത്യാവശ്യമായ ഒന്നാണ്. Don't you know that about 70% of our body comprised of water? Water is essential for physiological activities like digestion, circulation and excretion. അല്ലെ, സർക്കുലേഷനും ഡൈജഷനും എക്സ്ക്രീഷനും ഒക്കെ എന്താണ്, വാട്ടർ അത്യാവശ്യമായ ഒന്നാണ്. നമ്മുടെ കപ്പ് എന്ത് ചെയ്യണം, ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ട ജലം ഒരു 10 തൊട്ട് 12 ഗ്ലാസ് വരെ വെള്ളം എന്ത് ചെയ്യണം, ഡെയിലി കഴിക്കണം. പിന്നെ കുക്കുംബർ, വാട്ടർ മെലൺ, ഇതിലൊക്കെ എന്താണ്, ധാരാളം ജലം അടങ്ങിയിട്ടുള്ളതാണ്. ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എല്ലാ പോഷകങ്ങളും, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻസ്, ന്യൂട്രിയൻസ് ഇതെല്ലാം അടങ്ങിയ ഫുഡ് കഴിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഇപ്പം മനസ്സിലായില്ലേ, നമ്മൾ വയറ് ടേസ്റ്റ് നോക്കി കഴിക്കരുത്. ഫുഡ് അച്ഛനമ്മയൊക്കെ ആയാലും കൊണ്ടു തന്നിട്ട് ഇത് നല്ലതാണ് കഴിച്ചോ, ആരോഗ്യത്തിന് നല്ലതാണെന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം ഇപ്പം മനസ്സിലായ? എല്ലാ ഭക്ഷണങ്ങളും, എല്ലാ ഭക്ഷണ പദാർത്ഥവും നമ്മൾ കഴിക്കണം. നമുക്ക് ഇപ്പം തന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലായി. ഇപ്പോൾ ലീഫി വെജിറ്റബിളിൽ എല്ലാം ഉണ്ടാവും ഇല്ല, അതിൽ വൈറ്റമിൻ എ ഉണ്ടാവും, ബി ഉണ്ടാവും, ഫൈബർ ഉണ്ടാവും. പക്ഷേ മറ്റു പല ധാതുക്കളും വൈറ്റമിൻസിന് എന്തിലുണ്ടാവണമെന്നില്ല, ആ ലീഫി വെജിറ്റബിളിൽ ഉണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ മറ്റു പല ഭക്ഷണങ്ങളിലും, ഇപ്പോൾ റൈസ്, അതിലെന്താണ്, കാർബോഹൈഡ്രേറ്റ്, അന്നജം കൂടുതലാണ്, പക്ഷെ ബാക്കിയുള്ളതോ അതുണ്ടാവണമെന്നില്ല. അപ്പം നമ്മൾ എല്ലാ ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്താണ് കലോറീസ്? കലോറീസ് ഈസ് ദ യൂണിറ്റ് ദാറ്റ് മെഷർ ദ എമൗണ്ട് ഓഫ് എനർജി ഇൻ ഫുഡ് ഐറ്റംസ്. നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഭക്ഷണ പദാർത്ഥത്തിൽ എന്തോരം എനർജി ഉണ്ട് എന്ന് അളക്കുന്ന ഒരു യൂണിറ്റാണ്, മെഷറിങ് യൂണിറ്റാണ് എന്ത്, കലോറീസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ എന്ത് ഫുഡ് ഐറ്റംസ് വാങ്ങിച്ചാലും അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവില്ലേ, ഇത്ര കലോറി, ഇത്ര എനർജി, അങ്ങനെ ഫാറ്റ് ഇത്ര എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവില്ലേ. അപ്പോൾ എനർജിയുടെ യൂണിറ്റാണ് എന്ത്, ഫുഡ് ഐറ്റംസ് അളക്കുന്ന യൂണിറ്റാണ് കലോറി എന്ന് പറയുന്നത്. Energy is required for physiological activities like respiration, circulation, etc. A man engaged in physical activities requires about 1900 to 400 calories of energy per day. A woman having physiological activities needs about 1600 to 200 calories per day. A grown-up children needs an average of 1200 to 1400 calories of energy per day. അപ്പം നമ്മൾക്ക് ഓരോരുത്തർക്കും എന്തോരം എനർജി ലെവൽ വേണം എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ക്ലാസ് ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ കമൻറ്റിലൂടെ. താങ്ക്